ഇപ്പോൾ നമ്മളിപ്പം പുട്ടിയൊക്കെ ഇട്ട് വോളെല്ലാം നമ്മൾ ഈ വോളിൻ്റെ കംപ്ലീറ്റ് എക്സിസ്റ്റിംഗ് പ്ലാസ്റ്റർ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് ഇത് മൊത്തം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു റിനോവേഷൻ ചെയ്ത വീടായിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇനിയിപ്പോൾ ഈ വീടിന് 100 വർഷം സുഖമായിട്ട് പോകും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇതിനെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ പഴയ വീടുകൾ ഓൾറെഡി നല്ല ഫൗണ്ടേഷനും നല്ല സ്ട്രക്ചർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. ഇതൊരു 55 വർഷം പഴക്കമുണ്ട് ഈ ബിൽഡിങ്ങിന്. ഇപ്പം നമ്മൾ അതിനെ വളരെ യങ്ങാക്കി മാറ്റിയിരിക്കുവാണ്. ഇതിനകത്ത് എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തതും സ്ട്രക്ചർപരമായിട്ടുള്ള എന്തൊക്കെയാണ് ഇതിനകത്ത് മോഡിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഇവിടുന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന എൻട്രൻസ് കുറച്ച് അങ്ങോട്ടായിരുന്നു. ഞാൻ ഈ എൻട്രൻസിനെ കുറച്ച് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ ഈ ഒരു ഏരിയയിലായിരുന്നു സ്റ്റെയർ റൂം ഉണ്ടായിരുന്നിട്ടുള്ളത്. ഈ സ്റ്റെയർ റൂം ഞാൻ മാറ്റിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു ബീം കൊടുത്തത്. അപ്പം ഇതുപോലെ തന്നെ ഇവിടെ ഒരു ബെഡ്റൂം ആയിരുന്നു. ആ ബെഡ്റൂമിനെ ഞാനിപ്പം ഇവിടെ ഇവിടെ ആക്ച്വലി ചെറിയൊരു സ്റ്റെയർ റൂം കഴിഞ്ഞിട്ട് ഒരു സിറ്റ് ഔട്ട് ഏരിയ ഉണ്ടായിരുന്നു. അതും ഇതും കൂടെ ഈ കാണുന്ന ബെഡ്റൂമും കൂടെ ഞാൻ ഇതിനെ ഒന്നാക്കി മാറ്റിയൊരു സ്ഥലമാണ് ഈ സ്പേസ്. അപ്പം ബേസിക്കലി നമ്മളിപ്പം ഇങ്ങനെയുള്ള വാൾ ചേഞ്ചസ് എല്ലാം വന്നതുകൊണ്ടാണ് നമ്മളിപ്പം ബീം ഈ രീതിയിലൊക്കെ ഫിനിഷ് ചെയ്തെടുത്തേക്കുന്നത്. മിക്കവാറുള്ള എല്ലാ കസ്റ്റമേഴ്സിനും അല്ലെങ്കിൽ ക്ലയൻസിനൊക്കെ ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 55 വർഷം പഴക്കമുള്ള വീടിനെ ഇതുപോലെ വാളൊക്കെ ചെയ്താൽ അത് ബലക്കുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് എല്ലാവർക്കും സാധാരണ രീതിയിലുണ്ട്. പക്ഷേ അങ്ങനെ ഒന്നും ഒരു വിഷയമേ ഇല്ല. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല. 100% ഗ്യാരണ്ടി ആയിരിക്കും. ഇനിയിപ്പോൾ ഈ വീടിന് 100 വർഷം സുഖമായിട്ട് പോകും. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ ഇതിനെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ കാണുന്ന ബീമാണെങ്കിലും സാധാരണ രീതിയിൽ നമ്മൾ ഒരു വോളൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ബീം ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ആ ബീം കുറച്ച് താന്നാ നിൽക്കുന്നത്. ഇതിപ്പം നമ്മൾ ചെയ്തേക്കുന്ന ഒരു സാധാരണ നോർമലി ഒരു പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബീമിന് ഡെപ്ത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ താത്തിട്ടില്ല. അതിന് തന്നെ വേറെ കുറേ സ്ട്രക്ചർപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ തന്നെ ബീമിനെ കൊണ്ട് നിലനിർത്തിയിരിക്കുന്നത്. ബേസിക്കലി ഈ ഒരു വീഡിയോയുടെ ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞ 50-60 വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിനകത്ത് ഇങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളും ഇതുപോലുള്ള വാൾസ് ഒക്കെ ചേഞ്ച് ചെയ്ത് ആയാൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയയും കൂടെ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഈ ഒരു 75-80% ഫിനിഷ് ആയി കിടക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇനി 20% ബാക്കിയുണ്ട്. 20%-ാണ് ഇന്റീരിയറും ബാക്കിയുള്ള പെയിന്റിങ്ങും പിന്നെ ഇപ്പം നമ്മൾ അലൂമിനിയം ഫിക്സിങ്ങും വിൻഡോ ഫിക്സിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സ്റ്റെയറിന്റെ സ്ട്രക്ചർ അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പം ഇവിടെ സ്റ്റെയർ RCC സ്ട്രക്ചർ സ്റ്റെയർ അല്ല, ഇത് വുഡൻ സ്റ്റെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. വുഡൻ സ്റ്റെയറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ കാണുന്നത്. ഇതിനകത്താണ് നമ്മൾ വുഡെല്ലാം ഫിക്സ് ചെയ്ത് ഗ്ലാസ് ഒക്കെ ഫിനിഷ് ചെയ്ത് വരുന്നത്. അത് ഞങ്ങൾ ഇനി അടുത്ത പ്രൊസീജിയറിലോട്ട് പോകാൻ പോവുകയാണ്. ഞാൻ ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്ന ഡൈനിങ് റൂമിലാണ്. നേരത്തെ ഉള്ള ഡൈനിങ് റൂമിൽ, ഇപ്പോഴത്തെ ഡൈനിങ് റൂമിൽ ഇതിപ്പോൾ സ്റ്റെയർ കം ഡൈനിങ് ആക്കിയിട്ടുണ്ട് ഞാനിപ്പോൾ. നേരത്തെ ഉള്ള റൂമിൻ്റെ ഇവിടെ എല്ലാം സ്ലാബ് ഉണ്ടായിരുന്നു. ഈ സ്ലാബിനെ എല്ലാം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത്, കാരണം ബിക്കോസ് നമുക്ക് സ്റ്റെയർ കയറി മേളിൽ പോകണമല്ലോ, അപ്പോൾ അതനുസരിച്ചാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ? ഒരു പ്രോബ്ലവും പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടെ പഴയ വീടുകൾ ഓൾറെഡി നല്ല ഫൗണ്ടേഷനും നല്ല സ്ട്രക്ചർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും. സ്റ്റെയർ റൂം ഞാൻ ഇവിടെ കൊണ്ടുവന്നു പറഞ്ഞു. ഈ സ്റ്റെയർ റൂം നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രോപ്പറായിട്ടുള്ള ബീമും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് കൊടുക്കണം. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ തന്നെ പ്രശ്നങ്ങൾ വരും. സോ ഇപ്പം ഈ ഫാമിലി ലിവിങ്, ഫോർമൽ ലിവിങ്, ഡൈനിങ് ഇതെല്ലാം വലിയ ഹോളായിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. നേരത്തെ കൊച്ചു മുറിയായിരുന്നു, ഇപ്പം വലിയ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ലോങ് വ്യൂ കിട്ടും. അപ്പം നമുക്ക് വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഇപ്പോൾ നമ്മളിപ്പം പുട്ടിയൊക്കെ ഇട്ട് വോളെല്ലാം നമ്മൾ ഈ വോളിൻ്റെ കംപ്ലീറ്റ് എക്സിസ്റ്റിംഗ് പ്ലാസ്റ്റർ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടാണ് ഇത് മൊത്തം പ്ലാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതൊരു റിനോവേഷൻ ചെയ്ത വീടായിട്ട് ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്പേസ് നമ്മുടെ ഇത് കിച്ചൺ ഏരിയ, ഇത് നമ്മുടെ ഒരു പുതിയ ബെഡ്റൂം. ഇതിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയാം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മുറി മാത്രമേ ഈ വീടിൻ്റെ പഴയ ഒരു റൂം നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. ആ മെഷർമെൻറ്റും ആ സെയിം സൈസും ബാക്കിയുള്ള എല്ലാ റൂംസും മുകളിലൊരു മുറിയും, മുകളിലത്തെ ഒരു 2 മുറി, മുകളിൽ ഒരു ഫ്രണ്ടിലത്തെ ഒരു ബെഡ്റൂമും നടുക്കലത്തെ ഒരു ബെഡ്റൂമും താഴത്തെ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് ഒഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ റൂംസിൻ്റെയും നീളവും വീതിയും ഒക്കെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ റൂമിനകത്ത് ഈ പറയുന്ന ഒരു വലിയൊരു വ്യത്യാസം വരുത്തിയിട്ടുള്ളത് ഇതിനകത്തൊരു ബാത്റൂമും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൂമിനകത്ത് ഇത് ചെറിയ റൂമാണ്, ഇത് നേരത്തെയുള്ള പഴയ ബെഡ്റൂമാണ്. ഇതൊക്കെയായിരുന്നു ഈ റൂമിൻ്റെ പഴയ സൈസ്. ആ ബെഡ്റൂമിൻ്റെ കൂടെ നമ്മളൊരു ബാത്റൂമും കൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാത്റൂം വർക്ക് നടക്കുന്നേ ഉള്ളൂ. ടൈൽസ് എല്ലാം നമ്മളിപ്പം ഫിനിഷ് ചെയ്ത്
എല്ലാം അപ് ടു ടോപ്പ് വരെ നമ്മൾ ഒട്ടിച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. 4x2 ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് സ്ലോപ്പ് ഒക്കെ കണ്ട് നല്ല നീറ്റായിട്ട് വോൾ ടൈൽ, നല്ല മാച്ചിങ് ടൈൽസ് ഒക്കെയാണ് ഇപ്പം ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് സാനിറ്ററി ഫിക്സ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ വർക്കും ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഈ റൂമും നമ്മൾ ഇതുപോലെ എല്ലാ പ്ലാസ്റ്ററും റിമൂവ് ചെയ്തിട്ട് ഇപ്പം സെക്കൻഡ് കോട്ട് പുട്ടിയിട്ട് പ്രൈമർ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിർത്തിയേക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഇതിന്റെ ഇലക്ട്രിക്കലിന്റെ പൊസിഷൻസ് എല്ലാം നമ്മൾ മാറ്റം വരുത്തിയത് കൊണ്ട്, സീലിംഗിലെല്ലാം ലൈറ്റ് പോയിന്റ്സ് എല്ലാം കൊടുത്തത് കൊണ്ട്, ഒരുപാട് കട്ടിങ് എല്ലാം ഈ വോൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഈ പ്ലാസ്റ്റർ എല്ലാം കംപ്ലീറ്റ് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്തിട്ടാണ്, ഇൻക്ലൂഡിങ് റൂഫിന്റെയും പ്ലാസ്റ്റർ പ്രോപ്പറായിട്ട് ചെയ്തിട്ടാണ് പുട്ടി 2 കോട്ട് ഇട്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ സൗത്ത് വെസ്റ്റ് റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണിത്. അപ്പം നേരത്തെ ഇവിടെ ഒരു ബെഡ്റൂം ഇല്ലായിരുന്നു, ഒരു ഡൈനിങ് സ്പേസ് ആയിരുന്നു എൻ്റെ ഓർമ്മ. ഓക്കെ, ഡൈനിങ് ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ ആയിരുന്നു ഇവിടെ. ആക്ച്വലി ഡൈനിങ് ഏരിയ അവിടെ അല്ലായിരുന്നു നേരത്തെ, ഇവിടെ ആയിരുന്നു ഡൈനിങ് ഏരിയ. കിച്ചൺ ഇപ്പുറത്തായിരുന്നു, കിച്ചൻ്റെ എൻട്രൻസ് ഇവിടുന്നായിരുന്നു, അവിടുന്നല്ല ഇവിടുന്നായിരുന്നു എൻട്രൻസ്. അപ്പോൾ നമ്മൾ ഈ ഡൈനിങ്ങിനെ ഒരു വലിയ മാസ്റ്റർ ബെഡ്റൂം ആക്കിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അതിനെ ലോങ് ആയിട്ട് ഇത്രയും ഇവിടുന്ന് ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് നിന്ന് ഏകദേശം നമ്മൾ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എക്സ്റ്റൻഷനകത്ത് ഒരു കാരണവശാലും ഒരു ജോയിന്റോ അങ്ങനെയുള്ള ഒരു സാധനവും നമുക്കിവിടെ കാണാൻ കിട്ടത്തില്ല. ഒരു കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ന്യൂ ബെഡ്റൂം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. റൂഫിലും ഒരു ജോയിനിങ് ഇല്ല, വോളിലും ഒരു ജോയിനിങ് ഫീൽ ചെയ്യത്തില്ല. എൻറ്റയർലി ഒരു കണ്ടു കഴിഞ്ഞാൽ ന്യൂ ബെഡ്റൂം, ഒരു പുതിയ ബെഡ്റൂമിലാണ് നമ്മൾ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ. ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിന് പ്രോപ്പറായിട്ട് വാർഡ്രോബ് കൊടുക്കാനുള്ള സ്പേസ് നമ്മൾ ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡ്രസ് ഏരിയ ആ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. കാരണം സൗത്ത് വെസ്റ്റ് കോർണർ അതായതുകൊണ്ട് നമ്മളൊരു ഡ്രസ് ഏരിയ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമ്മളൊരു പുതിയ ബാത്റൂമും കൂടെ, ആ മറ്റേ ബെഡ്റൂം ചെയ്തതുപോലെ ഒരു പുതിയ ബാത്റൂം കൂടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്, അവിടെയും വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ബെഡ്റൂം എന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ഉറങ്ങിയൊക്കെ എണീക്കുമ്പോൾ അത്യാവശ്യം വലിയ റൂം ആണെങ്കിൽ നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ആ രീതിയിലാണ് ഈ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം ആക്ച്വലി ഇത് നമ്മുടെ കിച്ചൺ, നേരത്തെ ഉള്ള കിച്ചൺ ഇവിടം വരെ ഉള്ളായിരുന്നു. ഇതും നമ്മൾ ഇവിടുന്ന് ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തേക്കുവാണ്. അവിടെ ഒരു ചെറിയ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വളരെ കുഞ്ഞുമല്ല, വളരെ വലുതുമല്ല, ഒരു മീഡിയം സൈസ് കിച്ചണാണ് ഇവിടെ നമ്മൾ സ്ട്രക്ചറലി ഫിനിഷ് ചെയ്തേക്കുന്നത്. അപ്പം അതുപോലെ ഒരു വിൻഡോ കൊടുത്തു, ആവശ്യമുള്ള ഇലക്ട്രിക്കൽ പോയിന്റ്സ് എല്ലാം പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇൻറ്റീരിയർ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ സ്ട്രക്ചർ നമുക്ക് എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ടെക്നിക്കലായിട്ടുള്ളൊരു എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രസന്റ് കണ്ടീഷനിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ ഞാനൊരു വർക്ക് ഏരിയ ആണ്, ചെറിയൊരു വർക്ക് ഏരിയ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഡോർ ബാക്കിലോട്ട് ഇറങ്ങുന്ന ഒരു എൻട്രൻസും ഇതുവഴി തന്നെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ വീടിന്റെ ഫ്രണ്ട് ഡോറും ഈ ഡോറും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടേക്കുവാണെങ്കിൽ നമുക്ക് ഫാൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് കാറ്റാണ്. ആ ഒരു രീതിയിലാണ് നമ്മൾ ആ ഫ്രണ്ട് ഡോറും അതുപോലത്തെ ഇവിടുത്തെ ഡോറും അലൈൻ ചെയ്തിരിക്കുന്നത്. സോ എപ്പോഴും നമ്മളൊരു വീട് ഇനി റെനോവേറ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഈവൻ പുതിയ വീട് കൺസ്ട്രക്ട് ചെയ്താൽ തന്നെയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇതേപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഒരു ബെഡ്റൂം നമ്മളൊരു ന്യൂ കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ നേരത്തെ ഓപ്പൺ ടെറസ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്, ഇതുപോലൊരു ഓപ്പൺ ടെറസ് ആയിരുന്നു ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒരു പുതിയ ബെഡ്റൂമാണ് ഇവിടെ ആ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ മുകളിലായിട്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിപ്പോൾ അറിയാലോ, ഈ ഒരു പഴയ സ്ട്രക്ചറിലും ഈ പുതിയ സ്ട്രക്ചറും ജോയിൻ ചെയ്ത് ഇനി നമുക്ക് മേളിൽ കൂടെ പോയി കാണാം. സാധാരണ നോർമലി ഒരു എക്സ്റ്റൻഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചെന്ന് കാണുമ്പോൾ അറിയാം, ഒരു സ്ലാബിൻ്റെ മുകളിൽ വേറൊരു സ്ലാബ് ഇങ്ങനെ പൊങ്ങിയും താന്നൊക്കെയാണ് ഇരിക്കുന്നത് സാധാരണ രീതിയിൽ. അപ്പം ഇത് നമുക്ക് മുകളിൽ പോയി കാണാം എങ്ങനെയാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കാം. സോ ഇത് ഒരു പുതിയ ന്യൂ ബെഡ്റൂമാണ്. അതുപോലെ അതിനകത്ത് ഒരു ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ താഴെ പോലെ ഇത് ചെറിയ ബെഡ്റൂം, ഇത് പഴയ റൂം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. ആ ബെഡ്റൂമിന് നമ്മൾ പ്രോപ്പറായിട്ട് വയറിംഗ് എല്ലാം ചെയ്ത് അതിൻ്റെ കൂടെ ഒരു പുതിയ ബാത്റൂം കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ബാത്റൂമാണ് ഇതിനകത്ത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പ്ലാസ്റ്ററൊക്കെ കറക്റ്റായിട്ട് റീപ്ലാസ്റ്റർ ചെയ്ത് വയറിംഗ് എല്ലാം പ്രോപ്പറാക്കി വെൽ മെയിൻറ്റെയിൻ ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് പ്രൈമറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തേക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഇത് ഞങ്ങളുടെ പഴയ ബിൽഡിങ്ങിൻ്റെ ടെറസാണ്. ഇത് പുതിയ ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ടെറസാണ്. ഈ സ്ലാബ് ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറ്റം ഇറക്കം ഒന്നുമേ ഇല്ല, ഒറ്റ പ്ലെയിൻ സർഫസ് ആണ്. അപ്പം ഇത് പുതിയ കൺസ്ട്രക്ഷനും ഇത് പഴയ കൺസ്ട്രക്ഷനും. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ജോയിനിങ്ങൊക്കെ വരുമ്പം, ഒരു ബിൽഡിങ്ങും ഒരു പഴയ സ്ലാബുമായിട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പം നമുക്ക് ഒരിക്കലും അത് പഴയതും പുതിയതായിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ മുകളിൽ
ഒരു പ്രൈമറോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു വാട്ടർ പ്രൂഫിംഗ് കോട്ടിംഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുതിയതും ഇത് പഴയതുമായിട്ട് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. സോ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വർക്ക് ഞങ്ങൾ ഫുൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ സ്റ്റോറിയൊക്കെ ഉണ്ട്. ഇത് ഇവിടെയൊക്കെ സ്ലോപ്പിംഗ് റൂഫൊക്കെ ആയിരുന്നു, അതൊക്കെ നമ്മളെല്ലാം പൊളിച്ച് മാറ്റി പ്രോപ്പറായിട്ടുള്ള പാരപ്പറ്റൊക്കെയാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് ഒരു എത്ര വർഷം 50 ആയാലും 60 വർഷമായാലും 30 വർഷമായാലും ഏത് പഴക്കമുള്ള ബിൽഡിങ്ങിനെ കിട്ടിയാലും ഞങ്ങൾ വളരെ നീറ്റായിട്ടും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈനിൽ തന്നെ നമുക്ക് നല്ലൊരു സ്ട്രക്ചർ തന്നെ റീഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ.